ലയണൽ മെസ്സിയുടെ പേര് പറഞ്ഞ് കേരളത്തിൽ ഇറങ്ങിയേറിയത് വൻ കൊള്ളയും വഞ്ചനയുമാണ്. കായിക പ്രേമികളുടെ വികാരത്തെ വിറ്റ് കോടികൾ തട്ടിയെടുക്കാൻ കളമൊരുക്കിയ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ തട്ടിപ്പുകൾക്ക് മുന്നിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ പരവതാനിവരിക്കുകയായിരുന്നു. ഭക്തരുടെ പണം അയോധ്യയിൽ കൊള്ളയടിച്ചപ്പോൾ യോഗി സർക്കാർ കാവൽ നിന്നതുപോലെ മെസ്സിയുടെ പേരിൽ നാട്ടുകാരെ പറ്റിച്ച തട്ടിപ്പുകാർക്ക് കേരളത്തിലും മുൻ ഭരണകൂടം തണലൊരുക്കി. അണിയറയിലെ ഒത്തുകളികളും കള്ളപ്പണ ഇടപാടുകളും ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ വീണ്ടും കുരുക്കുമുറുകാൻ പോവുകയാണ് ആന്റോയ്ക്ക്. മെസ്സി വരുന്നുവെന്ന വ്യാജ പ്രചാരണം നൽകി കോടികളുടെ സ്പോൺസർഷിപ്പുകൾ തട്ടിയെടുക്കാൻ മുന്നിൽ നിന്ന ആന്റോ അഗസ്റ്റിൻ മുൻപും ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും മുട്ടിൽ മരമുറി കേസിലും ആരോപണ വിധേയനായ വ്യക്തിയാണ്. ഇത്തരമൊരു കപട വ്യക്തിത്വത്തെ മുൻനിർത്തി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കായിക മാമാങ്കത്തിന്റെ പേരിൽ പണപ്പിരിവിന് അവസരമൊരുക്കിയത്. റിപ്പോർട്ടർ ചാനലിന്റെ തണലിൽ ജനങ്ങളെ കബളിപ്പിച്ച് പണം സമാഹരിക്കാൻ ഇയാൾക്ക് ധൈര്യം ലഭിച്ചത് അന്നത്തെ സർക്കാരിന്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു തട്ടിപ്പുകാരൻ നാട് മുഴുവൻ നടന്ന് മെസ്സിയുടെ പേരിൽ സാമ്പത്തിക സമാഹരണം നടത്തുമ്പോൾ കായിക മന്ത്രാലയവും സർക്കാരും അതിന് മൂകസാക്ഷിയായി നിൽക്കുകയായിരുന്നു. സ്വന്തക്കാർക്കും സഹയാത്രികർക്കും എന്തും ചെയ്യാനുള്ള ലൈസൻസ് നൽകിയ കഴിഞ്ഞ LDF സർക്കാരിന്റെ അനാസ്ഥയാണ് കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നാണക്കേടുണ്ടാക്കിയ ഈ വൻ സാമ്പത്തിക തട്ടിപ്പിലേക്ക് വഴിതുറന്നത്. എന്നാൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിലും VD സതീശനും UDF-ഉം എടുത്ത ദൃഢനിലപാടുകൾ പ്രശംസനീയമാണ്. വഞ്ചനാ കുറ്റങ്ങളുടെ വ്യാപ്തി കണക്കിലെടുത്ത് പോലീസിന്റെ പ്രത്യേക വിഭാഗമായ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കേസ് കൈമാറിയേക്കുമെന്നാണ് സൂചന. കായിക വകുപ്പ് നൽകിയ സമഗ്ര റിപ്പോർട്ടിൽ സാമ്പത്തിക നടപടിക്രമങ്ങളിലെ ഗുരുതരമായ പാകപ്പിഴകളും ക്രമക്കേടുകളും തുറന്നു കാട്ടിയതോടെയാണ് EOW അന്വേഷണത്തിന് വഴിയൊരുങ്ങുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലും നികുതി വെട്ടിപ്പും തടയാൻ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം തന്നെ കേസ് ഏറ്റെടുക്കണമെന്ന ആലോചന ശക്തമാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചനകൾ. ലുക്കൌട്ട് നോട്ടീസുകളും GST അന്വേഷണങ്ങളും മുറുകുമ്പോൾ മാധ്യമ തണലിൽ തട്ടിപ്പ് നടത്തിയ ആന്റോ അഗസ്റ്റിനും മുൻ സർക്കാരിലെ ഉന്നതർക്കും ഇനി രക്ഷപ്പെടാനാകില്ല.